അധികാരികളുടെ ഈ പ്രദേശത്തുള്ള അവഗണന അതാണ് ഈ പ്രദേശത്തിന് പാലം വരാതിരിക്കാനുള്ള പ്രധാന തടസ്സമായി നിൽക്കുന്നത്. പിന്നെ മഴക്കാലത്ത് ഇത് യാത്രാ സൗകര്യം ഇല്ല, ചുറ്റി തന്നെയാണ് പോകല്. ഒരു സ്കൂൾ വണ്ടി പോലും ഇങ്ങോട്ട് വരില്ല. നമസ്കാരം. വഴിക്കടവ് എടക്കര പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഇല്ലിക്കാട് കലക്കൻപുഴയ്ക്ക് കുറുകെ ഒരു പാലം എന്ന നാട്ടുകാരുടെ മുറവിളിക്ക് ആണ്ടുകളുടെ പഴക്കമുണ്ട്. ഒരു ജനതയുടെ മുഴുവൻ കണ്ണുനീരിന് ഉത്തരം പറയേണ്ടത് അധികാരികളാണ്. 1995 ജില്ലാ പഞ്ചായത്ത് ഫണ്ട് നൽകി ഒരു നടപ്പാലം പൂർത്തീകരിച്ചു നൽകി. എന്നാൽ നാളുകൾക്കിപ്പുറം നടപ്പാലത്തിലൂടെ നടക്കാനാകാതെ നട്ടം തിരിയുകയാണ് നാട്ടുകാർ. ഈ രോദനം നിങ്ങൾ കണ്ടില്ലെങ്കിൽ അധികാരികളെ എന്തിനാണ് വോട്ട് വാങ്ങി പെട്ടിയിലാക്കി ഊറ്റം കൊള്ളുന്നത്? കരുണ കാണിക്കുമോ അധികാരികളെ പരമ്പരയിലേക്ക് സ്വാഗതം. ഇവിടെ കലക്കൻപുഴയ്ക്ക് കുറുകെ ഒരു പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യം ഏറെ നാളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഇവിടെ ഒരു പാലം വരുന്നില്ല. ഏറെ രോഷാകുലരാണ് നാട്ടുകാർ. 1995 കലക്കൻപുഴയ്ക്ക് കുറുകെ ഒരു പാലം വന്നത്. 4 അടി വീതിയിലാണ് ഈ പാലമുള്ളത്. ഇതിലൂടെ മര്യാദയ്ക്കൊന്ന് സഞ്ചരിക്കാൻ പോലും ആളുകൾ കഴിയുന്നില്ല എന്നതാണ് പരാതി. ഈ ബജറ്റിലെങ്കിലും ഇവർക്കൊരു പാലം കിട്ടുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുകയാണ്. ഇന്നത്തെ യാത്ര വഴിക്കടവ് പഞ്ചായത്തിലെ ഇല്ലിക്കാട് എന്ന ഗ്രാമത്തിലേക്കാണ്. ശാന്തമായി ഒഴുകുന്ന കലക്കൻപുഴ. എന്നാൽ വർഷകാലമാകുമ്പോൾ ഇവൾ സംഹാര രൂപിണിയാകും. ഇതുവഴി യാത്ര ചെയ്യുന്ന നൂറുകണക്കിന് ആളുകൾക്ക് എടക്കര നഗരത്തിലേക്ക് എത്തുക എന്നത് സ്വപ്നം മാത്രമായി അവശേഷിക്കും. വർഷങ്ങൾക്ക് മുൻപ് പ്രവൃത്തി പൂർത്തീകരിച്ചു നൽകിയ പാലം ഇന്ന് പൊട്ടിപ്പൊളിഞ്ഞ് ശാപമേറ്റ് കിടക്കുകയാണ്. ഈ പാലത്തിന് കൈവരികൾ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. എന്നാൽ ഇനി നശിക്കാൻ എന്തുണ്ട് എന്ന ചോദ്യവുമായി മരണം കാത്തു കിടക്കുകയാണ് ഈ പാലം. എന്തുകൊണ്ട് ഇവിടെ പാലം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നില്ല? അധികാരികളുടെ ഈ പ്രദേശത്തുള്ള അവഗണന അതാണ് ഈ പ്രദേശത്തിന് പാലം വരാതിരിക്കാനുള്ള പ്രധാന തടസ്സമായി നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലങ്ങളിലൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും പാലം എന്നൊരു വാഗ്ദാനവുമായിട്ട് ഞങ്ങളുടെ അടുത്ത് വരും. പ്രദേശവാസികൾ വോട്ട് സമാഹരിച്ചു പോകും. പിന്നീട് പാലം എന്ന ആവശ്യമായിട്ട് വന്ന ആളുകളോട് സമീപിക്കുമ്പോൾ അവരൊരു ശത്രുതാ മനോഭാവത്തിൽ കാണുന്നു. വോട്ട് ബാങ്കായി മാറിയിരിക്കുകയാണ് കവളപ്പൊയ്ക എന്ന ഗ്രാമം. തിരഞ്ഞെടുപ്പെടുക്കുമ്പോൾ പാലം നൽകാം എന്ന വാഗ്ദാനങ്ങളുമായി നേതാക്കൾ വരുമെന്നും പിന്നീട് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ശത്രുതാ മനോഭാവമാണ് അവർക്കെന്നും നാട്ടുകാർ പറയുന്നു. തിരുവോണ ദിവസം ലക്ഷ്യം ഇല്ലിക്കാട് പാലം എന്ന ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ MLA ഓഫീസിന് മുൻപിൽ പട്ടിണി സമരം നടത്തിയിരുന്നു ഇവർ. എന്നാൽ സമരം നടത്തിയവർ പട്ടിണിയായതല്ലാതെ മറ്റു പുരോഗതി ഒന്നുമുണ്ടായില്ല. വിദ്യാർത്ഥികൾ കൂട്ടമായി പ്രധാനമന്ത്രിക്ക് പരാതി നൽകി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒരു വിദ്യാർത്ഥിനി പാലത്തിന് വേണ്ടി നിവേദനം കൊടുക്കുകയും അത് സാങ്ഷൻ ആവുകയും ചെയ്തതായി വാർത്തകൾ വന്നിരുന്നു. പിന്നീട് എന്താണ് ആ പ്രൊജക്ടിന് സംഭവിച്ചത്? ഒരു വിദ്യാർത്ഥിയല്ല, 3 വിദ്യാർത്ഥികൾ നേരിട്ട് പ്രധാനമന്ത്രിക്കും പിന്നെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പ്രധാനമന്ത്രിക്കും പരാതി കൊടുത്ു. ആ പരാതി കൊടുത്തതിനനുസരിച്ച് അവിടുന്ന് അന്വേഷണം വന്നു. പിന്നെ DRDA പ്രൊജക്റ്റ് എടുത്തു. പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജനയിൽ ഈ പാലത്തിൻ്റെ ഈ റോഡിനെയും ഉൾക്കൊള്ളിക്കണമെന്നുള്ള അറിയിപ്പ് വന്നു. പക്ഷേ ഈ റോഡിന് പ്രയോറിറ്റി ഇല്ല എന്ന് പറഞ്ഞ് ബന്ധപ്പെട്ട അധികാരികൾ അത് തള്ളി. എടക്കര നഗരത്തിലേക്ക് ഈ ഗ്രാമവാസികൾക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ഏറ്റവും എളുപ്പമാർഗമാണിത്. ഒട്ടേറെ വിദ്യാർത്ഥികൾ ദിവസവും നടന്നു പോകുന്ന പാത. ഇവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിസാരമല്ല. മഴക്കാലമായാൽ പുഴ കലിതുള്ളി ഒഴുകും. പിന്നെ ദുരിതമാണ് ഇവരുടെ ജീവിതം. ഈ പാലം ഒരു നടപ്പാലം എന്നും മാത്രമേ പറയാവൂ. ഇതിപ്പോൾ നടപ്പാലം ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ഇറങ്ങുന്ന ഭാഗം അത്യാവശ്യം ചെങ്കൂത്തായി നിൽക്കുന്നത്. ആളുകൾക്ക് നടന്നു പോകാൻ പോലും ബുദ്ധിമുട്ടാണ്. ആളുകൾക്കിതിരെ പ്രായമുള്ള ആളുകളൊന്നും ഇതിലെ നടന്നു പോകുന്നില്ല. പല ആളുകൾക്ക് ഇതിലെ നടന്നു പോകാൻ പേടി. മാത്രമല്ല ഇരുചക്ര വാഹനങ്ങൾ ഇതിലെ പോകാൻ പാടില്ല, പക്ഷേ പോകുന്നുണ്ട്. മാത്രമല്ല ഈ വഴി അല്ലാണ്ട് ഞങ്ങളുടെ പ്രദേശവാസികൾക്ക് 5 കിലോമീറ്റർ ചുറ്റി വേണം എടക്കര ടൗണിലെത്താൻ വേണ്ടിയിട്ട്. ഇന്നത്തെ കാലത്ത് അസുഖവും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇത്രയും 5 കിലോമീറ്റർ ചുറ്റി പോകുന്ന സമയത്തുള്ള രോഗിയുടെ അവസ്ഥ പലപ്പോഴും ഇവിടുത്തെ പ്രാഥമിക ചികിത്സ കിട്ടാനുള്ള ഈ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ പോലും മരണം സംഭവിക്കും. മറ്റുള്ള ആളുകളുടെ സമയം, ഇതൊക്കെ വലിയൊരു പ്രശ്നമാണ്. എടക്കര ടൗണുമായിട്ട് ഇത്രയും ചേർന്ന് നിൽക്കുന്ന ഈ ഒരു പ്രദേശത്ത് പാലം ഉണ്ടായിരുന്നെങ്കിൽ ഇത് എടക്കര ടൗണുമായിട്ട് എടക്കരയിൽ വഴിക്കട ബന്ധിപ്പിക്കുന്ന എടക്കര ടൗൺ ചെയ്യാതെ പോകുന്നൊരു ബൈപ്പാസാണ് ഇവിടെ. നടക്കുവാൻ ഇപ്പോൾ നാട്ടുകാർ ഒരു തടയണ നിർമ്മിച്ചിട്ടുണ്ട്. നാട്ടുകാരുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ തടയണ. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് തടയണ നിർമ്മിച്ചിരിക്കുന്നത്. വർഷം ഇവിടുത്തെ നല്ലവരായ നാട്ടിലെ ആളുകളെല്ലാം കൂടെ സഹകരിച്ചിട്ടാണ് ഇത് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഫണ്ട് അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടും പിന്നെ നാട്ടുകാർ ചിലരിതിലെ ഈ തടയണ ഉപയോഗിക്കുന്ന ആളുകളും തരലുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാ വർഷവും ഇത് ചെയ്യും. മഴക്കാലം വരുമ്പോൾ പൊളിഞ്ഞു പോകും. പിന്നെ മഴക്കാലത്ത് ഇതിൽ യാത്രാ സൗകര്യം ഇല്ല, ചുറ്റി തന്നെയാണ് പോകല്. ഇപ്പോൾ വാഹനങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ വാഹനങ്ങളും ഇതിൽ പോയി തുടങ്ങി. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് 5 മിനിറ്റും കൂടെ ഇടയ്ക്ക് അങ്ങാടിയിലെത്താൻ പറ്റും. മറ്റേ നമ്മൾ ഇതിൽ ചുറ്റി ഏകദേശം ഒരു 5 കിലോമീറ്റർ ചുറ്റി വേണം പോകാൻ. മഴക്കാലമായി കഴിഞ്ഞാൽ കുട്ടികൾ മിക്കവാറും പോകലില്ല. കാരണം ഇവിടെ മൊത്തം വെള്ളത്തിൽ പോകാൻ പറ്റൂല. എന്താ വെച്ച് കഴിഞ്ഞാൽ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് നിലവിലുള്ളത്.
വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന യാതന അധികൃതർക്ക് മുന്നിൽ ഇവർ കണ്ണുനീരിൽ കുതിർന്ന നിവേദനമായി സമർപ്പിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ പ്രശ്നം വലിയ പ്രോബ്ലമാണ്. നമ്മളിവിടെ കാണിച്ചു തരാം. കാരണം ഇത് നമ്മുടെ ഭാഗത്തുള്ള പിള്ളേരെല്ലാം ഇതിന്റെ പുറത്തേക്കാണ്, എടക്കര നിലമ്പൂർ ഭാഗത്തേക്കാണ് പഠിക്കുന്നത്. സ്കൂൾ ടൈമിൽ എത്താൻ കഴിയുന്നത് ഒരു സ്കൂൾ വണ്ടി പോലും ഇങ്ങോട്ട് വരില്ല. ഇപ്പോഴും നമ്മുടെ നാട് തെളിഞ്ഞ നാടാണ്, കേരളം ഭയങ്കര ഡെവലപ്പാണ്, ഇന്ത്യ ഡെവലപ്പാണ്. പക്ഷേ നമ്മുടെ ഈ ഇതൊരു കുഗ്രാമം പോലെ കിടക്കുകയാണ് ഇപ്പോഴും. കാരണം ഇതിവിടെ വണ്ടികൾ വരുന്നില്ല. ഇത്രയും ജനങ്ങൾ, ഒരുപാട് ജനങ്ങൾ ഈ ഏരിയയിൽ താമസിക്കുന്നുണ്ട്. എൻ്റെ ചേട്ടൻ്റെ വീടാണ് കാണുന്നത്. ഇങ്ങോട്ട് കയറണമെങ്കിൽ ഞാൻ നാളെ ബൈക്കുമായിട്ട് വന്നു, ഈ വണ്ടി പാലത്തിൻ്റെ മുകളിൽ നിന്ന് വീണു. ഇവരെല്ലാം കൂടെ വന്നിട്ട് എന്നെ എണീപ്പിച്ച്. ഇദ്ദേഹത്തിൻ്റെ ഇവർ പുള്ളി 2 പ്രാവശ്യം 3 പ്രാവശ്യം വീണു. അപകട സാധ്യത കൂടുതലാണ്. പിള്ളേരുടെ ഇനി മഴക്കാലത്ത് പിള്ളേർ ഇതിലെ ക്രോസ് ചെയ്യുന്നത്, വെള്ളം കൂടുതലാണ്, അപകടമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അധികൃതർ എതിരെ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം കൈകൊള്ളുക, നാടിനെ ഡെവലപ്പായി കൊണ്ടുവരിക, നല്ലൊരു പാലം വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ബഡ്ജറ്റ് ഇവർക്കൊരു പ്രതീക്ഷയായിരുന്നു. ഈ ബഡ്ജറ്റിലെങ്കിലും പാലത്തിനുള്ള ഫണ്ട് നീക്കിവെക്കും എന്ന് സ്വപ്നം കണ്ട ഒരു ജനതയുടെ സ്വപ്നത്തിനു മുകളിൽ മാനം ഇരുണ്ടുമൂടി. പ്രതീക്ഷകൾ മഴവെള്ളത്തിൽ ഒലിച്ചിറങ്ങി. ഈ ബജറ്റിൽ എന്തായാലും പാലം ഒന്ന് ഞങ്ങളുടെ സ്വപ്നം ഉണ്ടാവും എന്നാണ് MLA അടക്കമുള്ള ആളുകൾ ഇവിടെ വന്ന് പറഞ്ഞ് നാട്ടുകാർക്ക് പ്രതീക്ഷ നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ വളരെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു ഈ ബജറ്റിനെ കാത്തിരുന്നത്. പക്ഷേ ബജറ്റിൽ പ്രഖ്യാപനം വന്ന സമയത്ത് ഞങ്ങൾ പാലത്തിന് 20%, 6.5 കോടി രൂപയാണ് ബേസായിട്ട് അതിന് എമൗണ്ട് കണക്കാക്കുന്നത്. പക്ഷേ ബജറ്റിൽ 20% ഫണ്ടെങ്കിലും ഉൾപ്പെടുത്തുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ ബജറ്റ് വന്നപ്പോൾ 0 3 കൊല്ലമായി ഇത് ടോക്കണിൽ കിടക്കുകയാണ്. പ്രദേശവാസികളുടെ ചിരകാല സ്വപ്നമായ പാലത്തിന് ഈ പ്രാവശ്യത്തെ ബജറ്റിലും യാതൊന്നും വകയിരുത്തിയിട്ടില്ല എന്നത് ജനങ്ങൾക്കിടയിൽ ശക്തമായ പ്രതിഷേധം നിലനിൽക്കുമ്പോഴാണ് ഈ താൽക്കാലിക പാലം നിർമ്മാണം നടത്തി സഞ്ചാരയോഗ്യമാക്കിയത്. അധികൃതരെ, നിങ്ങൾ ഇവരെ കണ്ടില്ല എന്ന് നടിക്കരുത്. കാരണം വളർന്നുവരുന്ന വിദ്യാർത്ഥി സമൂഹമാണ് നാളെയുടെ നമ്മുടെ സമൂഹത്തിന്റെ കാവലാൾ. അവർക്ക് പറയാൻ നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നത് ഒന്ന് മാത്രമാണ്: പാഴാകില്ല എന്നുറപ്പുള്ള വാഗ്ദാനങ്ങൾ നൽകുക. കവളപ്പൊയ്ക നിവാസികൾക്ക് ഒരു പാലം എന്ന സ്വപ്നം പൂവണിയട്ടെ. മറ്റൊരു പ്രദേശത്തെ പ്രശ്നവുമായി വീണ്ടും കാണാം. കരുണ കാണിക്കുമോ അധികാരികളെ എന്ന പരമ്പരയിലൂടെ. നമസ്കാരം. സുഖകരമായ താമസം, മനസ്സിനിണങ്ങിയ ഭക്ഷണം, മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ്. ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം, ഊട്ടി റോഡ്, എടക്കര, മലപ്പുറം. ഫോൺ 04931 275 261 274 361 9496 401 160. E4 മീഡിയ, മലയോരത്തിന്റെ ദൃശ്യവിസ്മയം.